പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. കണ്ണാലേ പറയുവതിവളൊരു മിന്നൽ സദാ തൊട്ടാലും വാടാതവളൊരു കനലിൻ തരി. മേലെ വിണ്ണിൻ മേഘങ്ങൾ പോലും വിരലാൽ കോർത്തിടാൻ ലോകം ചുറ്റിയെത്തുന്ന മനസ്സാൽ സ്വർഗം തീർത്തിവൾ. ശലഭമായി സ്വപ്നമോഹ തീരമൊന്നായി തേടുവാൻ ഒരുമയോടെ ഉയിരിലൊന്നായിരു കരങ്ങൾ ചേർത്തവൾ. ഉൾത്തൊടും ഉശിരുമായി വന്നിവൾ. ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ ആൺ പിറന്നോൾ. അയാൾക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതിനെപ്പറ്റി ആലോചിക്കാവൂന്ന്. അയ്യോ, അത് കഷ്ടമായല്ലോ. അല്ല, ആരായാള്? അപ്പുന് നേരിട്ട് പറയാൻ സ്വാതന്ത്ര്യമുള്ള വ്യക്തിയാണോ? ആ, നേരിട്ട് പറയാൻ പറ്റുന്ന ആളൊക്കെ തന്നെയാ. പക്ഷെ പറഞ്ഞാ അയാള് സഹായിക്കാൻ തയ്യാറാവോ എന്നുള്ളതാ സംശയം. അത് പറഞ്ഞു നോക്കിയാലല്ലേ അറിയാൻ പറ്റൂ. അപ്പൊ ഒരു കാര്യം ചെയ്, രണ്ടും കൽപ്പിച്ച് അയാളെ നേരിട്ട് കണ്ട് കാര്യം പറ. അയാൾ എന്താ പറയുന്നേന്നറിയാലോ. എന്നാ പറയാല്ലേ? ധൈര്യമായിട്ട് പോയി പറയുന്നേ. അത് പറയാൻ വേണ്ടി എങ്ങും പോയേണ്ട കാര്യമൊന്നുമില്ല. ആൾ എന്റെ മുന്നിൽ തന്നെ ഉണ്ട്. ആതിരെന്നാ അയാളുടെ പേര്. ഏ, ഞാനോ? അതെ, ഈ ഞാൻ തന്നെ. ആഹാ, അപ്പൊ ഇത്രയും നേരം എന്നെ വട്ടാക്കുമായിരുന്നല്ലേ? ഇനി സഹായിക്കണോ വേണ്ടേന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരി, എന്നിൽ നിന്ന് എന്ത് സഹായമാണാവോ അപ്പു സാർ പ്രതീക്ഷിക്കുന്നത്? പറ. എന്റെ വിപിക്ക് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ ഒരു മകളെ ആവശ്യം. ആ മകളാവാൻ ആതിരയ്ക്ക് കഴിയോ? ആതിര, ഞാൻ പറഞ്ഞത് ആതിരയ്ക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാം. എന്തുകൊണ്ട് ആതിരെ ഞാൻ അതിന് സജസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നതിന് കാരണം ഞാൻ വ്യക്തമായിട്ട് നന്ദൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. സാർ അത് ആതിരയോട് വിശദമായിട്ട് പറയും. എന്റെ മനസ്സും വിപിയുടെ മനസ്സും വ്യക്തമായിട്ട് അറിയാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരാളെ മാത്രമേ ഇങ്ങനൊരു ആവശ്യവുമായി എനിക്ക് സമീപിക്കാൻ കഴിയൂ. അങ്ങനെ ഒരാള് ഇപ്പൊ എന്റെ മുമ്പിൽ ആതിര മാത്രം. അതുകൊണ്ടാ തന്നോട് ഞാൻ ഇങ്ങനൊരു സഹായം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആതിരയ്ക്ക് ഇത് സ്വീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാം. പറ്റില്ലെന്നാണ് താൻ പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് പറ്റില്ല എന്ന് പോലും ഞാൻ ചോദിക്കില്ല. അതിന്റെ പേരിൽ എനിക്ക് തന്നോടുള്ള ഇഷ്ടം ഒരു തരും പോലും കുറയേയില്ല. എനിക്ക് ആതിരയ്ക്ക് അതിന് സമ്മതമാണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പുവിന് വേണ്ടി എന്ത് സഹായം ചെയ്യാൻ എനിക്ക് സന്തോഷമുള്ളൂ. അതിന് നന്ദേട്ടന് പോലും എന്നെ നിർബന്ധിക്കേണ്ടി വരില്ല. പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ? എനിക്കതിന് കഴിയോ അപ്പു? വിപി സാറിന്റെ സ്നേഹം സ്വീകരിക്കാനുള്ള യോഗ്യത ഉണ്ടോ എനിക്ക്? ഒരു മകളായിട്ട് എന്നെ എന്നെങ്കിലും അംഗീകരിക്കുമെന്ന് അപ്പുന് തോന്നുന്നുണ്ടോ? അതിന് നിന്നോളം യോഗ്യത മറ്റാരിലും ഞാൻ കാണുന്നില്ല ആതിര. വിപിക്ക് മാത്രമല്ല, എന്റെ അമ്മയ്ക്കും നിന്നെ ഒരു മകളെ സ്നേഹിക്കാൻ കഴിയണം. അത് എന്റെ കൂടി ആവശ്യമാണ്, ആഗ്രഹവും. ഇനി പറ, എനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ ആതിരയ്ക്ക് സമ്മതമല്ലേ? ഞാൻ വാക്ക് തരുന്നപ്പോ എനിക്ക് സമ്മതോ? ഗുഡ് മോർണിംഗ് മുത്തശ്ശി. ഓ, എത്തിയ അപ്പുക്കുട്ട സാറ്. വീട്ടിൽ നിന്ന് ഇന്നലെ ഇറങ്ങിയതാണെന്നാണല്ലോ അറിഞ്ഞത്. അവിടുന്ന് 10 പ്രാവശ്യം നടന്നു വരാനുള്ള സമയമായി.
എന്നിട്ട് ഇപ്പോഴാണോ എഴുന്നള്ളിയത്? എന്തു പറ്റി? അത് ശരി. അപ്പൊ മുത്തശ്ശി ഇത്രയും നേരം എന്നെ കാത്തിരിക്കുകയായിരുന്നല്ലേ? സോറി മുത്തശ്ശി, ചില പ്രത്യേക സാഹചര്യം കൊണ്ട് എനിക്ക് ഇന്നലെ എത്താൻ കഴിഞ്ഞില്ല. അയ്യോ, നീ വരാത്തോണ്ട് ഇവിടെ ആർക്കും പ്രത്യേകിച്ച് മനപ്രയാസവും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടായില്ല. വന്നില്ലെങ്കിൽ അത്രയും നല്ലതെന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുകയായിരുന്നു. നീ എത്തിയോ? ഞാൻ രാവിലെ മുതലേ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതെ അതെ, ആ കാര്യം ഞാൻ അപ്പുവിനോട് പറയായിരുന്നു. ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾ ഇപ്പോഴെങ്കിലും എത്തിയത് മഹാഭാഗ്യം. പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. ഇന്നലെ നീ ഇതെവിടെയായിരുന്നു? ഞാൻ നമ്മുടെ വക്കീലിന്റെ വീട് വരെ പോയിരുന്നു ആന്റി. അവിടെയായിരുന്നു ഇന്നലെ സ്റ്റേ. അപ്പുവിന് പിന്നെ അങ്ങനെ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതു പാതിരാത്രിക്ക് എവിടെ വേണമെങ്കിലും ഇറങ്ങി നടക്കാം. പെങ്കൊച്ചാന്നും പറഞ്ഞ് ആരും ഉപദ്രവിക്കില്ലല്ലോ. നേരിട്ട് ഉപദ്രവിക്കാൻ വന്നില്ലെങ്കിലും ഈ നാക്കിന് ലൈസൻസ് ഇല്ലാത്ത ചില ടീംസ് ഉണ്ട് മുത്തശ്ശി. വിശേഷിച്ച് 10-60 വയസ്സ് കഴിഞ്ഞ ചിലര്. അവര് നമ്മളെ കാണുമ്പോൾ ചുമ്മാ ചൊറിഞ്ഞോണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരെ കാണുന്ന തന്നെ എനിക്ക് ഭയങ്കര വെറുപ്പാണ്. കേസിന്റെ കാര്യമൊക്കെ ഒതുങ്ങിയതല്ലേ ഒരുവിധം? പിന്നെന്താ വക്കീലുമായി ഒരു ഡിസ്കഷൻ? കേസിന്റെ കാര്യമല്ല ആന്റി, ബിപിയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് പോയത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആന്റിയോട് പിന്നെ പറയാം. അല്ല, ചികിത്സ കൊണ്ട് പണിക്കരുടെ അസുഖം മാറുമോ അപ്പു? അതിനുള്ള സാധ്യത ഇല്ലെന്നാണല്ലോ കേട്ടത്. കൊണ്ടു നടന്നത് നീയേ ചാപ്പ, കൊണ്ടു കൊല്ലിച്ചത് നീയേ ചാപ്പ എന്ന് പറഞ്ഞതുപോലെയായി പാവം പണിക്കരുടെ കാര്യങ്ങൾ. പോറ്റി വളർത്തിയവർ തന്നെ ഒടുക്കം പാവത്തിനെ കോടതി കയറ്റുന്ന സ്ഥിതിയിലായല്ലോ. അല്ല, ഞാനിപ്പോ നിന്നെ കുറ്റം പറഞ്ഞല്ല കേട്ടോ. മനുഷ്യന്മാരുടെ അവസ്ഥ ഇതൊക്കെയാണെന്ന് പൊതുവെ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. കോടതി കയറ്റെങ്കിലേ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ തിരിച്ചിറക്കിക്കൊണ്ട് വരാനും ഈ അപ്പൂന് അറിയാം മുത്തശ്ശി. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാനും. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. നീ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നത്? വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നേ. കണ്ടോ, ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചതൊക്കെ വെറുതെ ആയി പോവും. അത് വെറുതെ ആയെന്ന് ആര് പറഞ്ഞു? ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി വന്നു കഴിഞ്ഞാ ഞാൻ അതൊക്കെ കഴിക്കില്ലേ? എന്നാൽ ഓക്കെ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഞാനും വരാം. വാ. ബാഗ് എടുക്കുന്നില്ലേ? അത് പിന്നെ ആവാം. ആദ്യം ഇവിടെ അഡ്മിഷൻ ഉറപ്പാണോന്ന് അറിയട്ടെ. അത് നേരാണല്ലോ. വാ. നല്ല വീടാണല്ലോ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എന്താ സാർ ഇങ്ങനെ നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലേ? ഗീത ജോലിയില്ല, ഞാൻ വിളിക്കാം. ഭാഗത്തേക്ക് വാ. ഗീത. ആരാ വിപ്പി വന്നത്? തന്നെ കാണാനാ. വന്നത് നന്ദനാണെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് വി പി തന്നെ റിസീവ് ചെയ്യട്ടെ എന്ന് ഞാൻ കരുതിയത്. ആതിര അല്ലേ? അതെ. ആതിരയെ കുറിച്ച് അപ്പ് മാഡത്തോടെല്ലാം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. എങ്കിലും ഒഫീഷ്യലി ഒരു പരിചയപ്പെടുത്തലാകാമെന്ന് വിചാരിച്ചു. അതിന്റെ ആവശ്യമില്ല നന്ദൻ. അപ്പു പറഞ്ഞ ആതിര ഇപ്പൊ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിരിക്കണം. വാ ഇരിക്ക. പണിക്കർ സാറിന് എൻ്റെ ഒപ്പം ആതിരയെ കൂടെ കണ്ടപ്പോ എന്തോ കൺഫ്യൂഷൻ ആയതുപോലെ തോന്നി. ചിലപ്പോ വി പിയുടെ പെരുമാറ്റം അങ്ങനെയാ. എത്ര പരിചയമുള്ള ആളെ കണ്ടാലും ഒരു ഉൾവലിയിലുണ്ടാവും. ഞങ്ങൾ വന്നതിന്റെ പിന്നിലെ ഉദ്ദേശം സാറിനോട് സൂചിപ്പിച്ചിരുന്നോ?
ഇന്നലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സാറിന്റെ റിയാക്ഷൻ? അതിൽ വലിയ എതിർപ്പോ താല്പര്യമോ ഒന്നും കാണിച്ചില്ല. ചിലപ്പോ ആളിപ്പോ ഈ കാര്യം തന്നെ മറന്നിട്ടുണ്ടാവും. അല്ല, ആദ്യമൊന്നും മിണ്ടാത്തത് എന്തേ? ഏയ്, ഞാൻ ആന്റി പറഞ്ഞത് ശ്രദ്ധിച്ചതാ. അല്ല, അപ്പൊ ഡേസി ടീച്ചറിന്റെ വീട്ടിലല്ലേ? അതെ, മോൾ ഇവിടെ വന്ന് സെറ്റിലായിട്ട് വരാന്നാ അപ്പു പറഞ്ഞത്. എന്നോടും അപ്പോൾ അങ്ങനെയാ പറഞ്ഞത്. അതൊരു കണക്കിന് നല്ലതാണെന്ന് എനിക്കും തോന്നി. വിചാരിച്ചതുപോലെ പണിക്കർ സാറും ആതിരയും തമ്മിലൊരു ഹാർമണിയിലായാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് എനിക്കും തോന്നുന്നു. ആതിരയെ പറ്റി കൂടുതൽ അറിയുമ്പോൾ VP എങ്ങനെയാവും പെരുമാറുന്നതെന്ന് എനിക്ക് വലിയ പിടിയില്ല നന്ദൻ. ചിലപ്പോ അപ്പുവിൻ്റെ അടുത്ത പോലെ വളരെ ഹാർഷായി. അതൊന്നും ഓർത്ത് ആന്റി ടെൻഷൻ ആകണ്ട. VP അങ്കിൾ എന്നോട് എങ്ങനെ പെരുമാറിയാലും ഞാൻ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇന്നിങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ ഇവള് നല്ല കോൺഫിഡൻസിലായിരുന്നു. ഈ വരവ് കൊണ്ട് പണിക്കർ സാറിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുമെന്ന് ഇവള് തറപ്പിച്ചു പറയുന്നത്. ചിലപ്പോഴൊക്കെ ഇവള് പറയുന്നത് അതേപടി നടക്കാറുണ്ട് കേട്ടോ. VPയുടെ കാര്യത്തിലും അതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്നാ ഞാനും പ്രാർത്ഥിക്കുന്നത്. എന്നാ നിങ്ങളിരിക്കെ, ഞാൻ ചായ എടുക്കാം. അതൊക്കെ പിന്നെയാവും മാഡം. ആദ്യം ഇങ്ങനെ ഒരാൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവുമെന്ന് മാഡം പോയി പണിക്കർ സാറിനോടൊന്ന് പ്രസന്റ് ചെയ്യും. പുള്ളിക്കാരന്റെ പ്രതികരണം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാലോ. അത് മതി ആന്റി. ഞാൻ VP അങ്കിളുടെ മോട്ടിവേഷൻ ക്ലാസിന്റെ ആരാധികയാണെന്നോടി പറഞ്ഞോളൂ. ശരി, ഞാൻ പോയി ബാഗ് എടുത്തിട്ട് വരാം. ശരി. VP സീരിയസ് ആയിട്ടുള്ള വായനയിലാണോ? ഏയ്, ഇതൊക്കെ ഞാൻ വായിച്ചതാ. എന്നാലും ചില ഭാഗങ്ങളൊക്കെ മറന്നുപോയതുപോലെ. തന്നെ കാണാൻ വന്നവരൊക്കെ പോയോ? ഇല്ല, അവര് ഹാളിലുണ്ട്. VPക്ക് നന്ദനെ മനസ്സിലായില്ലേ? കോടതിയിൽ VPയുടെ കേസ് ബാധിച്ച വക്കീല്. എനിക്ക് ഓർമ്മയുണ്ടല്ലേ, നമ്മൾ അയാളെ സെറ്റിൽ ചെയ്തല്ലേ? അതെ, സെറ്റിൽ ചെയ്തിരുന്നു. പിന്നെന്തിനാ അയാളിപ്പോ വന്നത്? അത് പിന്നെ നന്ദൻ വന്നത് നമ്മുടെ ഒരു ഹെൽപ്പ് ചോദിക്കാനാ. ഹെൽപ്പ് ചോദിച്ചിട്ടോ? എന്താ കാര്യം? നന്ദന്റെ കൂടെ വന്ന പെൺകുട്ടിയെ VP ശ്രദ്ധിച്ചോ? ഒരു സ്ത്രീ അയാളുടെ കൂടെ വന്നത് കണ്ടു. ആരാത്? അയാളുടെ ഭാര്യ? അല്ല, അത് നന്ദന്റെ സിസ്റ്ററാ, ആതിര. ഓ, അത് ശരി. VP ആതിരയെ ശ്രദ്ധിച്ചോ? നല്ല കുട്ടിയാ അവള്. നന്ദൻ സഹായം ചോദിച്ചു വന്നത് ആതിരയ്ക്ക് വേണ്ടിയാ. നന്ദന് ആ സഹോദരി മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും മരിച്ച ശേഷം ആതിര നന്ദന്റെ തണലിലാ കഴിയുന്നത്. കഴിഞ്ഞോട്ടെ, അതിനിപ്പോ നമ്മളെന്താ വേണ്ടത്? നന്ദന് നാളെ ഹൈക്കോടതിയില് കേസിന്റെ കാര്യത്തിന് വേണ്ടി പോണം. പോയാ പിന്നെ 4-5 ദിവസം കഴിഞ്ഞേ വരാൻ പറ്റൂ. വന്നോട്ടെ. അല്ല, നന്ദൻ പോയിട്ട് വരുന്നവരെ ആതിരയെ വീട്ടിൽ തനിച്ച് നിർത്തിയിട്ട് പോകാൻ അയാൾക്കൊരു പേടി. അതുകൊണ്ട് നന്ദൻ പോയിട്ട് വരുന്നവരെ ആതിര ഇവിടെ നിർത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിക്കാനാ നന്ദൻ വന്നത്. എന്നിട്ട് താനെന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു VP സമ്മതിക്കുകയാണെങ്കിൽ മാത്രം ആലോചിക്കുക എന്ന്. VPക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എനിക്ക് നോ പറയാൻ നിവൃത്തിയുള്ളൂ എന്ന് ഞാൻ നന്ദനോട് പറയുകയും ചെയ്തു. അയാൾക്ക് ആ കുട്ടിയെ വല്ല വുമൻസ് ഹോസ്റ്റലിലും ആക്കിയിട്ട് പോയിക്കൂടെ? നന്ദന് പരിചയമുള്ള 2-3 ഹോസ്റ്റലിൽ വിളിച്ച് അന്വേഷിച്ചു. അവിടെ റൂമൊന്നും ഒഴിവില്ലെന്നാ പറഞ്ഞത്. പെൺകുട്ടി ആയതുകൊണ്ട് പരിചയവും വിശ്വാസവും ഇല്ലാത്തൊരിടത്ത് നിർത്തിയിട്ട് പോകാൻ നന്ദനൊരു പേടി. ഇവിടെ ആകുമ്പോൾ പിന്നെ മറ്റൊന്നും പേടിക്കണ്ടല്ലോ. എന്താ തന്റെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ VPക്ക് കൂടി താല്പര്യമാണെങ്കിൽ 2-3 ദിവസം ആതിര ഇവിടെ നിർത്തുന്നതിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഒരു സാധു കുട്ടിയാ. പിന്നെ ആ കുട്ടിയോട് നിർത്തിയിട്ട് പോകുന്നതിൽ നന്ദന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. എന്തുദ്ദേശം? ആ കുട്ടി ഒരു പതിഞ്ഞ സ്വഭാവക്കാരിയാ. ആരോടും അധികം മിണ്ടാട്ടമൊന്നുമില്ല. എന്തോ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആതിരയ്ക്കുണ്ടെന്നാ നന്ദൻ പറയുന്നത്.
2-3 ദിവസം ഇവിടെ നിൽക്കുമ്പോൾ വിപിയുടെ മോട്ടിവേഷൻ കൊണ്ട് അത് മാറിയേക്കുന്നുള്ളൊരു പ്രതീക്ഷ നന്ദനുണ്ട്. ആലോചിച്ച് നോക്കിയപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യമൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ടായില്ല. സ്വയം മാറാൻ ആ കുട്ടി ഒന്ന് മനസ്സ് വെക്കണം. അതിനുള്ള മനസ്സൊക്കെ ആ കുട്ടിക്കുണ്ട്. വിപിയുടെ ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ കിട്ടിയാൽ ആതിരയിൽ നല്ല മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. 2-3 ദിവസം ആ കുട്ടി ഇവിടെ നിന്നോട്ടെ. എന്താ? നിന്നോട്ടെ. പക്ഷെ ഞാൻ പറയുന്നതൊക്കെ കൃത്യമായിട്ട് അനുസരിക്കാൻ പറയണം. അതവളനുസരിച്ചോളൂ. ഏതായാലും ഞാൻ ആ കുട്ടിയെ ഒന്ന് കാണട്ടെ, എന്നിട്ട് പറയാം. വാ. ഇരിക്കും. നന്ദിന് കേസിന്റെ ആവശ്യത്തിന് കൊച്ചിയിൽ തങ്ങേണ്ടി വരുന്ന കാര്യം ഞാൻ വിപിയോട് പറഞ്ഞു. അതെ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനൊരു വഴി ആലോചിച്ചത്. മിസ്റ്റർ നന്ദകുമാറിന് എത്ര ദിവസം കൊച്ചിയിൽ തങ്ങേണ്ടി വരും? അതിപ്പോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ എത്തിയാലേ പറ്റൂ. എന്നാലും മിനിമം ഒരു 3-4 ദിവസം അവിടെ തങ്ങേണ്ടി വരും. അതുവരെ എൻ്റെ അനിയത്തി ഇവിടെ നിൽക്കുന്നതിൽ സാറിന് വിരോധമൊന്നുമില്ലല്ലോ അല്ലേ? വേറെങ്ങും വിശ്വസിച്ച് നിർത്തിയിട്ട് പോകാനുള്ള സാഹചര്യം ഇല്ലാന്ന് ഗീത പറഞ്ഞു. പെൺകുട്ടികളുടെ കാര്യത്തിൽ അങ്ങനെ റിസ്ക് എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്താ കുട്ടിയുടെ പേര്? ആതിര. ആതിര എവിടെ വരെ പഠിച്ചു? ഡിഗ്രി കറണ്ട് സ്പോൺസർ ചെയ്തു സർ. അതെന്താ റെഗുലർ കോളേജിൽ പോവാത്ത? റെഗുലർ കോളേജിൽ അഡ്മിഷൻ നേടാൻ മാത്രം മാർക്കില്ലായിരിക്കും അല്ലേ? ഏയ്, അതല്ല സർ. കാരണം എന്താ ആതിര പറയട്ടെ. ലെറ്റ് ഹർ സ്പീക്ക്. +2 എല്ലാ വിഷയത്തിനും A ഗ്രേഡ് ഉണ്ടായിരുന്നു സർ. റിയലി? വെരി ഗുഡ്. പിന്നെന്താ ഡിഗ്രി കറസ്പോണ്ടൻസ് ആയി ചെയ്യാന്ന് വെച്ചത്? അത് വീട്ടിലെ കാര്യങ്ങളും പഠിത്തവും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള സൗകര്യം കൂടി നോക്കിയിട്ടാണ് സർ. വീട്ടിലെ കാര്യങ്ങൾ താൻ ഇല്ലെങ്കിൽ കുഴപ്പത്തിലാവുമെന്ന് ആരാ പറഞ്ഞത്? ഇയാളുടെ ബ്രദർ തന്നെയാവും. മിസ്റ്റർ നന്ദൻ, ഇതൊക്കെ നിങ്ങളുടെ പഴഞ്ച ചിന്താഗതിയാ. പെൺകുട്ടികൾ എത്ര ഉയർന്ന മാർക്ക് വാങ്ങി ജയിച്ചാലും വീട്ടുകാരും കഴിഞ്ഞ് മതി പഠിത്തമെന്ന് ആണുങ്ങൾ അങ്ങ് തീരുമാനിക്കും. നിങ്ങളെപ്പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ പോലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് വലിയ കഷ്ടമാകട്ടെ. നമ്മുടെ സൊസൈറ്റി എന്ന് ഈ മെട്രിയാക്കൽ ചിന്താഗതി മാറ്റുന്നോ അന്നേ നമ്മുടെ പെൺകുട്ടികൾക്ക് രക്ഷയുള്ളൂ. സർ, ഞാൻ നിർബന്ധിച്ചിട്ടല്ല ആതിര ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഡിഗ്രി ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനായിട്ട് ചെയ്യാമെന്നുള്ളത് ഇവളുടെ സ്വന്തം തീരുമാനമായിരുന്നു. അതെ, അതുകൊണ്ടാണല്ലോ ഈ കുട്ടി ഇങ്ങനെ റിസർവ്ഡ് ആയി പോയത്. മറ്റുള്ളവരെ പോലെ താനും സൊസൈറ്റിക്ക് മുന്നിൽ നിന്നാണ് വളരേണ്ടത് എന്ന ചിന്തയിൽ നിന്നാണ് ഒരു പെൺകുട്ടിക്ക് അവളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്ന ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാവേണ്ടത്. ഇങ്ങനെ സ്വയം ഉൾവലിയാൻ ആതിരയെ പ്രേരിപ്പിക്കുന്നതും ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. എന്താ കുട്ടി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സാരമില്ല വിപി, ഇനി കുറച്ചു ദിവസം ആതിര ഇവിടെ ഉണ്ടല്ലോ. വിപി ഇവിടെ നന്നായിട്ടൊന്ന് മോട്ടിവേറ്റ് ചെയ്താൽ മതി. അതെ, അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോകാന്ന് വെച്ചത്. അത് സാരമില്ല നന്ദൻ. നിങ്ങൾ കൊച്ചിയിൽ നിന്ന് മടങ്ങി വരുമ്പോഴേക്കും ഇവളെ ഞാൻ നല്ല മിടുക്കിയായി നിങ്ങളുടെ മുന്നിൽ നിർത്തി തരും. എന്താ അതുപോലെ? വിപിക്ക് ആതിര അത്ര ഇഷ്ടായെന്ന് തോന്നുന്നല്ലോ. ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ നോക്കിയിട്ട് ഈ മോക്ക് കുറവൊന്നുമില്ലല്ലോ. അപ്പോ നാളെ മുതൽ നമ്മൾ നമ്മുടെ ക്ലാസ് ആരംഭിക്കും കേട്ടോ. ചേട്ടൻ കേസൊക്കെ കഴിഞ്ഞ് കൊച്ചിയിൽ നിന്ന് മടങ്ങി വരുമ്പോഴേക്കും നമ്മൾ നല്ല മിടുക്കിയായി ചേട്ടന്റെ മുന്നിൽ നിന്ന് കൊടുക്കും കേട്ടോ. ഗീത, ആതിര മോൾക്ക് റൂം ഏതാണെന്ന് കാണിച്ചു കൊടുക്കും. കുട്ടി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, കുറച്ചു നേരം വിശ്രമിക്കട്ടെ. ശരി വിപി. മിസ്റ്റർ നന്ദൻ, നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ യാത്രയ്ക്ക് ഒരുങ്ങിക്കോളൂ. ആതിര മോള് ഇവിടെ സേഫ് ആയിരിക്കും. ഓക്കെ?
ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. വെൽക്കം വെൽക്കം. പിന്നെ കാണാം. താങ്ക് ഗോഡ്, അങ്ങനെ ആദ്യത്തെ കടമ കടന്നു കിട്ടി. ഹലോ സർ. ഹലോ അപ്പു, താൻ ടീച്ചറിന്റെ വീട്ടിലെത്തിയോ? ആ, എത്തി സർ. ഞാൻ വന്ന് സെറ്റിൽ ആയതേ ഉള്ളൂ. എങ്ങനെയുണ്ട് അവിടെ? താൻ ചെന്നോടുകൂടി ടീച്ചർ ഹാപ്പി ആയല്ലോ അല്ലേ? ആ, ടീച്ചർ ഹാപ്പിയാ. പക്ഷേ ഇവിടെ ചെറിയൊരു പാരയുണ്ട്. പാരയോ? അതേത് പാര? ഒരു മുത്തശ്ശിപ്പാര. മാളുവിന്റെ മുത്തശ്ശി ഡെയ്സി ആന്റിക്ക് കൂട്ടിയിരിക്കാൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓഹോ, അതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അമ്മച്ചി ശരിക്കും പാരയാണോ തനിക്ക്?